നമസ്കാരം. നല്ല ഒരു പ്രഭാതം ആശംസിക്കുക. ഞങ്ങൾ ഇന്നൊരു വേറെ വഴിയിലൂടെയാ പോകുന്നത്. അപ്പോ കുഞ്ഞുങ്ങളൊക്കെ ദേണ്ട അവിടെ നിൽക്കുക. സ്നേഹ, ഓക്കെ, നമുക്കേ ഗുഡ് മോർണിംഗ്. ഇന്ന് പറയുന്നത് ഒരു കഥയാ. ആ കഥയിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിലുപരി കഥ കേട്ടുകൊണ്ട് നടക്കുമ്പോൾ ഒരു കാര്യം ആലോചിച്ചോണം. നമ്മൾ പോകുന്ന വഴി ദുർഘടം പിടിച്ച വഴിയാണ്. അതുകൊണ്ട് മറിഞ്ഞു വീഴാനുള്ള സാധ്യതയും കൂടുതലാണ്. കേട്ടോ? ഓക്കെ. പപ്പ ഇന്ന് പറയുന്ന കഥ എന്തോന്ന് ചോദിച്ചാൽ ഗരുഡന്റെ കഥയാ. അതായത് കഴുകന്റെ കഥ. ഗരുഡന്റെ അല്ല, കഴുകന്റെ കഥ. മനസ്സിലായോ? ഓക്കെ. അതായത് മൃഗങ്ങളിലും പക്ഷികളിലും ഒക്കെ ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചിരിക്കുന്ന ഒരു ജീവിയാണ് ഏതെന്ന് പറയുന്നത് ഈ ആകാശത്തിലൂടെ പറന്നു നടക്കുന്ന പക്ഷികളുടെ രാജാവായിട്ടുള്ള കഴുകന്റെ കഥ. മനസ്സിലായോ? ഈ കഴുകനെ പറ്റി പഠിക്കാൻ ഒത്തിരി ഉണ്ട്. കാട്ടിലെ സിംഹത്തെ പറ്റി പഠിക്കുന്നത് പോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഈ കഴുകനെ പറ്റിയും പഠിക്കുന്നത്. കഴുകന്റെ പ്രത്യേകത എന്തുവാന്നുള്ളതാണ്. മനസ്സിലായോ? ഈ കഴുകൻ 70 വർഷത്തോളമാണ് ഒരു കഴുകൻ ജീവിച്ചിരിക്കുന്നത്. എത്ര വർഷം? 70 വർഷക്കാലം ജീവിച്ചിരിക്കും. മനസ്സിലായോ? എന്നാൽ ഇത്രയും കൊല്ലം അത് എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത്? അത് നമുക്കൊരു ചോദ്യം വരാം. ഇത് വാർദ്ധക്യം സംഭവിക്കത്തില്ലേ? ഈ കഴുകൻ അതിനിടയ്ക്ക് എങ്ങനെ ഇത്രയും കാലം പറക്കാൻ പറ്റും? വയസ്സായാൽ എങ്ങനെ പറക്കും? ഇതെങ്ങനെയാണ് ആഹാരം സമ്പാദിക്കുന്നത് എന്നൊക്കെയുള്ള ഒട്ടനവധി ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴുകൻ ഈ 70 വയസ്സിന്റെ ഇടയിൽ, അത് ഏകദേശം ഒരു 40 വയസ്സ്, അതിന്റെ പകുതി പ്രായം എത്തുമ്പോൾ കഴുകൻ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് കഴുകനെ പറ്റി പഠിക്കേണ്ടത് വലിയ ഒരു മോട്ടിവേഷൻ സ്റ്റോറിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന വലിയ ഒരു പക്ഷിയുമാണ് ആരെന്ന് പറയുന്നത് ഈ കഴുകൻ എന്ന് പറയുന്നത്. എന്നാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം കഴുകന്റെ പ്രത്യേകത എന്തുവാന്നാ പറയുന്നത്. ഇതോ കഴുകന്റെ പ്രത്യേകത എന്തുവാന്നാ പറയുന്നത്. ഈ ഞാൻ പറഞ്ഞു 70 വർഷക്കാലം ജീവിച്ചിരിക്കുന്നതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് അത് എന്ത് ചെയ്യും? തന്റെ ജീവിതത്തിൽ വലിയ ഒരു പ്രതിസന്ധി അനുഭവിക്കും. ഒരു കണ്ണ സമയം കിട്ടുമ്പോൾ അങ്ങോട്ട് പറഞ്ഞേ. ഓക്കെ, കേട്ടോ? വലിയ ഒരു പ്രതിസന്ധി ആരനുഭവിക്കേണ്ടി വരും? കഴുകൻ അനുഭവിക്കേണ്ടി വരും. മനസ്സിലാണോ? ആ പ്രതിസന്ധി ഇതേപോലെ മനുഷ്യരും എന്ത് ചെയ്യും? പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വരും. ആ പ്രതിസന്ധി എന്താണെന്നാ പറയുന്നത്. 40 വയസ്സാകുമ്പോ ഈ കഴുകന്റെ കൊക്ക്, ചുണ്ട്, ഈ കൊക്കുണ്ടല്ലേ, വളഞ്ഞ് ശരീരത്തോടൊട്ടും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞിഞ്ഞു വരും. അങ്ങനെ ഇരുന്നാൽ അതിനെ ആഹാരം കഴിക്കാൻ പറ്റൂ? ഇല്ല. രണ്ടാമത് ഇതിന്റെ നഖങ്ങള്, അതെന്താ നഖങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ചുരുണ്ടങ്ങ് കൂടും അകത്തോട്ട്. മനസ്സിലാവുന്നോ? അതുപോലെ തന്നെ മൂന്നാമത് ഇതിന്റെ ചിറകിന്റെ ഭാരം വർദ്ധിക്കും. മനസ്സിലായോ? ചിറകിന്റെ ഭാരം വർദ്ധിച്ചാൽ പറക്കാൻ പറ്റൂ? അപ്പൊ അതിന് എന്തായി? പ്രതിസന്ധിയായി. എത്ര? ഒരു 40 വയസ്സൊക്കെ എത്തുമ്പോഴത്തേക്ക്, ജീവിതത്തിന്റെ പകുതി സമയത്ത് എത്തിയപ്പോഴത്തേക്ക് അതിന് ഭയങ്കരമായ പ്രതിസന്ധി ഉണ്ടായി. പ്രതിസന്ധി ചിറകിലുണ്ടായി, പറക്കാൻ കൊക്കിലുണ്ടായി, ഇര പിടിക്കാൻ പറ്റാത്ത എന്തോത്തിലുണ്ടായി? പറക്കാൻ പറ്റാതായി, ഇര പിടിക്കാൻ പറ്റാതായി, ചുണ്ടുകൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ പറ്റാതെയായി. മനസ്സിലാവുന്നു? ഈ 3 അവസ്ഥകൾ അതിന് വന്നു. വലിയ പ്രതിസന്ധികൾ വരിക. ആർക്ക്? കഴുകന്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചോണം. ഈ കഴുകന്റെ അവസ്ഥ മനുഷ്യർക്ക് എല്ലാവർക്കും വരാം. മനസ്സിലാവുന്നോ? അപ്പം ഇനി കഴുകൻ അവിടെ ആ പ്രതിസന്ധിയിൽ നിന്ന് എന്ത് വേണം? സർവൈവ് ചെയ്യണം. പ്രതിസന്ധിയിൽ നിന്ന് സർവൈവ് ചെയ്യാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഒന്നുകിൽ മരിക്കുക, അല്ലെന്നുണ്ടെ അതിജീവിക്കുക. മനസ്സിലാവുന്നോ? ഒന്നുകിൽ മരിക്കുക, അല്ലെങ്കിൽ സർവൈവ് ചെയ്യുക. അവൻ അതിജീവിക്കാൻ തന്നെ തീരുമാനിക്കും. അവൻ എങ്ങനെ അതിജീവിക്കുന്നതെന്നറിയാവോ? അവൻ ഇപ്പോ ഉള്ള സ്റ്റേജിൽ നിന്ന് അവൻ ഉയരങ്ങളിലേക്ക് പറക്കും, മലമുകളിലേക്ക് പറക്കും. മനസ്സിലായോ? അവൻ ഒളിവിൽ പോവാം. മലമുകളിൽ ചെന്നിട്ട് അവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? വലിയ പാറയ്ക്കകത്ത് അവന്റെ ചുണ്ടിട്ട് ആഞ്ഞടിക്കും. മനസ്സിലാവുന്നോ? ആ ചുണ്ടടിച്ചിട്ട് അടിച്ചടിച്ചടിച്ച് ആ ചുണ്ട് ഒടിച്ചു കളയും. ചുണ്ട് ഒടിച്ചു അത് തറയിലിട്ട് അടിച്ച് പാറയിൽ അത് എടുത്തു കളയും. അപ്പൊ ചുണ്ടില്ല, ചുണ്ട് കിളിച്ചു വരാനുള്ള സമയം എടുക്കും.
ആ സമയത്തിനകത്ത് 1 മാസത്തിനകത്ത് ചുണ്ടുകളെല്ലാം വരും. ചുണ്ട് വന്നാൽ ഉടനെ ആ ചുണ്ട് വെച്ചിട്ട്, പുതിയ ചുണ്ടല്ലേ, ആ കൊക്ക് വെച്ചിട്ട് അത് എന്ത് ചെയ്യും? ഭയങ്കര ബോൾഡാ. അത് വെച്ചിട്ട് നമ്മുടെ ഈ നഖങ്ങളുണ്ടല്ലോ വളഞ്ഞിരിക്കുന്ന, ആ നഖങ്ങൾ പുഴുതെറിയും. മനസ്സിലായോ? എറിയും. പിഴുതെറിഞ്ഞ് കളഞ്ഞ് അതിനും ഒരു പ്രോസസ് എടുക്കും. എന്നിട്ട് ഈ നഖങ്ങൾ കിളിച്ചു വരും. മനസ്സിലാവുന്നു? ഈ നഖങ്ങൾ കിളിച്ചു വരുമ്പോ ഈ നഖങ്ങളിൽ വെച്ച് പുതിയ നഖം ഇങ്ങോട്ട് വരുമ്പോ ഈ നഖം വെച്ചിട്ട് അതിന്റെ ചിറകുകൾ മൊത്തം വലിച്ചു പറിച്ചു കളയും. മനസ്സിലായോ? ചുണ്ടുകളും അതോടൊപ്പം തന്നെ ഈ പറയുന്ന നഖങ്ങൾ ഉപയോഗിച്ച് അവന്റെ ചിറകുകൾ മൊത്തം അവൻ പറിച്ചു കളയും. ഐഡിയ കിട്ടി? അപ്പൊ അങ്ങനെ അങ്ങനെ 5 മാസക്കാലം ഇവനൊരു വനവാസമാണ്. എത്ര? 5 മാസക്കാലം എടുക്കും ഈ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന്. അത് മതി. നിങ്ങളുടെ നഖം കിളിച്ചു വരുന്നതിന് എത്ര സമയം വേണം? മനസ്സിലാവുന്നോ? ഇതുപോലെ 5 മാസക്കാലം ഇവൻ എവിടെയിരിക്കും? അന്ധകാരത്തിലിരിക്കും, ഒറ്റപ്പെട്ടിരിക്കും, എലോൺനെസ് ആണ്. അവന് വേദന അതിഭയങ്കരമായിരിക്കും. പക്ഷെ അവന്റെ ജീവിതത്തിൽ എന്താണ്? ഞാൻ അതിജീവിക്കും, തിരിച്ചു വരും. കാരണം എന്താ? താനാണ് ആര്? പക്ഷികളുടെ രാജാവ്. അപ്പൊ അവൻ പക്ഷികളുടെ രാജാവായതിനകത്ത് കാര്യമുണ്ടോ? അവൻ എന്ത് ചെയ്തു? പ്രതിസന്ധികളെ അതിജീവിക്കുന്ന ഒരു സ്വഭാവം അവനുണ്ടാവും. മനസ്സിലാവുന്നോ? അതാണ് കഴുകന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ കഴുകൻ റീബർത്ത് ചെയ്യുക. അതിനെന്താ പറയുന്നത്? റീബർത്ത് ചെയ്തു. അപ്പം ഇനി അവൻ എന്ത് ചെയ്തു? അതിനെ അതിജീവനം ചെയ്തു. മനസ്സിലാവുന്നോ? ഇനി എന്താണെന്ന് ചോദിച്ചാൽ 5 മാസം കഠിനമായ രീതിയിൽ അവൻ എന്ത് ചെയ്തു? കാത്തിരുന്ന് അവന്റെ 2ാമത്തെ റീബർത്ത് ഉണ്ടാക്കി. മനസ്സിലാവുന്നോ? എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? അടുത്ത് 30 വർഷക്കാലം അവൻ രാജാവായി വീണ്ടും ഇരിക്കും. മനസ്സിലായോ? അങ്ങനെ 70 വർഷക്കാലം അവന്റെ ജീവിതത്തെ മോൾഡ് ചെയ്തെടുക്കുന്നതിന് അവന്റെ ജീവിതത്തിൽ ചെയ്ത പരിവർത്തനങ്ങൾ മനസ്സിലായോ? അപ്പൊ ഇതിൽ നിന്ന് കുറച്ച് പോയിന്റ്സ് പപ്പ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ എന്തിനാണ് സ്ട്രഗിൾസ് എടുക്കുന്നത് എന്നുള്ളതിന്റെ പപ്പ ഇത്രയും പറയാൻ വന്നത്. മനസ്സിലായോ? കുഞ്ഞുങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കണം. അപ്പൊ അതിന്റെ കീ പോയിന്റ്സ് എന്തുവാന്ന് ചോദിച്ചാൽ, ഈ ഒരു കഥയിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, 1ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പഴയത്. മനസ്സിലായോ? പഴമയെ പിടിച്ചോണ്ട് നമ്മൾ ഇരിക്കാൻ പാടില്ല. എന്തോ പഴമയെ പിടിച്ചോണ്ടിരിക്കാൻ. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്തോ ചെയ്യണം? ഒരു പോയിന്റ് അങ്ങ് പഠിക്കുക. ചേഞ്ച് ഈസ് എസെൻഷ്യൽ. എന്തോ? ചേഞ്ച് ഈസ് എസെൻഷ്യൽ. മാറ്റം അനിവാര്യമാണ്. എന്തോ? നമുക്ക് എന്താണ്? ചേഞ്ച് എസെൻഷ്യൽ ആണ്. അപ്പൊ എന്ത് ചെയ്യണം? പഴയ രീതിയിൽ എന്ത് ഇരിക്കത്തില്ല, ഇനി ജീവിച്ചുകൊണ്ടിരുന്നാൽ നടക്കത്തില്ല. നമ്മൾ പുതിയ രീതിയിലേക്ക് മാറണം. ടെക്നോളജി മാറുന്നതനുസരിച്ച് മാറണ്ടേ? അത് ഞാൻ എല്ലാം കൂടെ ഇതിന്റെ കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറയാം. 2ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ലെറ്റിംഗ് ഗോ ഓഫ് ദ പാസ്റ്റ്. എന്ത് ചെയ്യണം? ലെറ്റിംഗ് ഗോ ഓഫ് ദ പാസ്റ്റ്. പഴയത് ഉപേക്ഷിക്കണം. ലെറ്റ് ഇറ്റ് ഗോ. മനസ്സിലായോ? ലെറ്റിംഗ് ഗോ ഓഫ് ദ പാസ്റ്റ്. നമ്മൾ പറയാണ് പഴയത് കളയണം. നമ്മുടെ ജീവിതത്തിൽ പഴയതിനെ പിടിച്ചുകൊണ്ടിരിക്കരുത്. എന്തോ പഴയതെന്ന് പറഞ്ഞാൽ നമ്മളെ പിന്നോട്ടടിക്കുന്ന എന്തൊക്കെയുണ്ട്? നമ്മളെ പിന്നോട്ടടിക്കുന്ന പഴയ ശീലങ്ങള്. മനസ്സിലായോ? നമ്മുടെ പഴയ ഓർമ്മകള്, നമ്മളുടെ ട്രോമ, നമുക്ക് ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് കീറിക്കളയാൻ പറ്റാത്ത ഓരോരോ കാര്യങ്ങൾ. മനസ്സിലായോ? പരാജയ ഭീതി. അതെല്ലാം നമ്മുടെ കഴുകന്റെ കൊഴിഞ്ഞ നഖമുണ്ടല്ലോ, അതെടുത്ത് എറിഞ്ഞില്ലയോ? അതുപോലെ എടുത്ത് തോട്ടിൽ കളയണം. മനസ്സിലായോ? അപ്പം 2ാമത്തെ എന്തോന്നാ പറഞ്ഞേ? ലെറ്റിംഗ് ഗോ ഓഫ് ദ പാസ്റ്റ്. ഇനി 3ാമതൊരു പോയിന്റ് നമ്മൾ ചിന്തിക്കേണ്ട, ഇതിനകത്തുനിന്ന് പഠിക്കേണ്ട ഒന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടോ? എന്താ ഉണ്ടായി? ക്ഷമയുണ്ടായി. ക്ഷമയുണ്ടായിരുന്നു. കാത്തിരിപ്പ് ഉണ്ടാവണം. എന്തുണ്ടാവണം? ക്ഷമയുണ്ടാവണം, കാത്തിരിപ്പും ഉണ്ടാവണം, റെസിസ്റ്റൻസും ഉണ്ടാവണം, ക്ഷമയുണ്ടാവണം. മനസ്സിലായോ? പേഷ്യൻസും ഉണ്ടാവണം. മനസ്സിലായോ? ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ 2 കാര്യം ആർക്കുണ്ടായിരുന്നു? കഴുകനുണ്ടായിരുന്നു. കഴുകൻ എന്ത് ചെയ്തു? കഴുകൻ 5 മാസം അവൻ ഒറ്റയ്ക്കിരുന്ന് അവൻ വീണ്ടും വനവാസം നടത്തി അവൻ പുതിയ മനുഷ്യനായി തിരിച്ചു വന്നു. മനസ്സിലായോ?
Yes, ഒറ്റ രാത്രി കൊണ്ടാണോ ഇത് നടന്നത്? അല്ലല്ല 5 മാസം. അന്നേരം ഒരു കാര്യം നമ്മൾ ഇവിടെ അങ്ങ് പഠിക്കുക, ഉം. വലിയ വിജയങ്ങൾ ഒരു ദിവസം കൊണ്ട് വരില്ല. Yeah. എന്തുവാ? വലിയ മാറ്റങ്ങൾ ഒരു ദിവസം കൊണ്ട് വരില്ല. അപ്പൊ ഒരു ദിവസം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അന്ന് നടന്നില്ല എന്നുണ്ടെങ്കിൽ, ഒരു പുസ്തകത്തിന്റെ ഒരു പാരഗ്രാഫ് ഇന്ന് പഠിച്ച് നടന്നില്ല എന്നുണ്ടെങ്കിൽ അന്ന് ഉപേക്ഷിച്ചാ പോയോ? പോയി. അത് ഉപേക്ഷിക്കാതെ പിന്തുടരണം. മനസ്സിലായോ? Yeah. അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്ത് പറഞ്ഞു? വലിയ വിജയങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് വരത്തില്ലെന്ന് പറഞ്ഞോ. ഇനി അവിടുത്തെ ക്രിയേറ്റ് അവർ റീബർത്ത്. എന്താ? ക്രിയേറ്റ് അവർ റീബർത്ത്. നമ്മുടെ രണ്ടാമത്തെ ജനനം ആരുണ്ടാക്കി എടുക്കുന്നതാ? നമ്മുടെ രണ്ടാം വരവ് ആര് ഉണ്ടാക്കിയെടുക്കുന്നതാ? നമ്മൾ റീബർത്ത് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞ്, നമ്മൾ മാത്രമേ അറിയൂ. വേറൊരാൾക്ക് നമ്മൾ റീബർത്ത് ചെയ്യുന്ന അറിയാൻ പറ്റുമോ? ഇല്ല. ക്രിയേറ്റ് അവർ ഓൺ റീബർത്ത്. പ്രായം എന്ന് പറയുന്നത് ഇറ്റ്സ് എ നമ്പർ. നിങ്ങളെ തളർത്താൻ വേണ്ടിയുള്ള സാധനമായിരിക്കരുത്. പ്രായമാകുമെന്നുള്ളത് മനുഷ്യന്റെ ജീവിതത്തിൽ ഉള്ളതാ. അതനുസരിച്ച് അവൻ മാറണം എന്നുള്ളത് എന്താണ്? അവന്റെ ജീവിതത്തിൽ അവൻ തീരുമാനിച്ചെടുക്കേണ്ടതാ. അവൻ എന്ത് ചെയ്യണം? പ്രായമാകുന്ന അനുസരിച്ച് തിരിച്ചറിഞ്ഞിട്ട് അവൻ അവന്റെ ജീവിതത്തിൽ ശക്തമായ തിരിച്ചറിവ് വരുത്തണം. അപ്പം കഴുകന്റെ കഥയിൽ നിന്ന് നിങ്ങൾ പഠിച്ച പോയിന്റ്സ് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരും. ആ പ്രതിസന്ധികളെ നമ്മൾ എന്ത് ചെയ്യണം? തരണം ചെയ്യണം, അതിജീവിക്കണം. അതിജീവിക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്തായി മാറും? നിങ്ങളുടെ ജീവിതത്തിന്റെ ശിഷ്ടകാലം നിങ്ങൾ ആരായി ജീവിക്കും? രാജാവായി ജീവിക്കും. മനസ്സിലാവുന്നോ? അതുകൊണ്ട് നമ്മൾ ഇതേ പ്രതിസന്ധി, ഈ പറയുന്ന കഴുകന്റെ ചുണ്ടുകൾ വളഞ്ഞവന്റെ ശരീരത്തോടൊട്ടി, അവന്റെ കാലുകളിൽ ഇരകൾ പിടിക്കുവാനുള്ള നഖങ്ങളെല്ലാം ചുരുണ്ടു തുടങ്ങി, അവന്റെ ശരീരത്തിന് അതിശക്തമായ വെയിറ്റ് ഉണ്ടായി. അവന് പറക്കാൻ കഴിഞ്ഞില്ല. പ്രതിസന്ധി ഉണ്ടോ? പറക്കാൻ കഴിഞ്ഞില്ല, ഇര പിടിക്കാൻ കഴിയുന്നില്ല. അവൻ ആകാശത്തെ കീറി മുറിച്ച് യാത്ര ചെയ്യാനുള്ള ചുണ്ടുകളുമില്ല. മനസ്സിലാവുന്നോ? ഈ പ്രതിസന്ധി അവനെ തകർക്കുമ്പോൾ അവൻ എന്ത് ചെയ്യാണ്? അവൻ ഇത് തിരിച്ചറിഞ്ഞു. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? പ്രതിസന്ധി ഉണ്ട് എന്ന് തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം വരും. അതാ പറയണ്ടേ? ആദ്യം നിന്റെ പ്രശ്നം എന്താ? തിരിച്ചറിഞ്ഞിട്ട് ഇവൻ എങ്ങോട്ട് പോയി? മലയുടെ മുകളിൽ, അതും പാറ ഉള്ളെടുത്ത് പോയി അവന്റെ ചുണ്ടുകൾ വെച്ച് അടിച്ച്. എന്തിനാ? ആ ചുണ്ട് പൊളിച്ചു കളയാൻ. ആ ചുണ്ട് മാറിയിട്ട് പുതിയ ചുണ്ട് വന്നു. അത് വെച്ചുകൊണ്ട് അവൻ കാലിന്റെ നഖങ്ങളെ കുത്തിപ്പൊളിച്ചു. ആ കാലിന്റെ നഖങ്ങൾ മാറിയിട്ട് പുതിയ നഖങ്ങൾ വന്നു. അത് വെച്ചിട്ട് അവൻ ശരീരത്തിന്റെ തൂവലുകൾ കുത്തിപ്പൊളിച്ചു. അപ്പൊ അവൻ ആരായി മാറി? റീബർത്ത് ചെയ്തു. അവൻ വീണ്ടും ആ പഴയ കഴുകനായി ആഞ്ഞു പറക്കാൻ തുടങ്ങി. മനസ്സിലായോ? നിങ്ങൾ ജീവിതത്തിൽ പ്രതിസന്ധി വരും, തളരുമ്പോ എന്താണ് ആലോചിക്കേണ്ടത്? ഞാൻ പ്രതിസന്ധി ഉണ്ട്, എനിക്ക് ഐഡന്റിഫൈ ചെയ്തു. ദിസ് ഈസ് മൈ പ്രോബ്ലം. ഫസ്റ്റ് യു ഐഡന്റിഫൈ യുവർ പ്രോബ്ലംസ്. നമ്മൾ PhD ഒക്കെ ഞങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം നമ്മളോട് പറയും, എന്താണ് നിന്റെ ഒബ്ജക്റ്റീവ്? നിന്റെ പ്രശ്നം എന്താ? അതിനകത്തുള്ള പ്രശ്നം എന്താ? ചലഞ്ചസ് മൈൻഡ് ചെയ്യണം. മനസ്സിലാക്കണം. അതുപോലെ ജീവിതത്തിൽ പ്രതിസന്ധി മനസ്സിലാക്കിയാൽ മാത്രമേ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? അതിന് തക്കതായ പ്രതിക്രിയ ചെയ്യാൻ പറ്റൂ. മനസ്സിലായോ? അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധി എന്തൊക്കെയായിരിക്കാം? ചിലരൊക്കെ പ്രതിസന്ധി അടിച്ചിരിക്കുന്ന, എന്റെ കുട്ടിക്കാലത്ത് ഇങ്ങനെ ആയിപ്പോ. ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ യുഗമൊക്കെ അല്ലേ? ഇഷ്ടംപോലെ ചേച്ചിമാരും അമ്മമാരും അങ്കിളുമാരും അതോടൊപ്പം തന്നെ ചെറുപ്പക്കാരും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാര് എന്തോ ചെയ്യുന്നുണ്ട്? സോഷ്യൽ മീഡിയ അനവധി ആൾക്കാർക്ക് എന്തുകൊണ്ട്? കഴിവുണ്ട്. ഭയങ്കര കഴിവുള്ള ആയിരക്കണക്കിന് ആൾക്കാർ. നമസ്കാരം. കൈക്കെന്ത് പറ്റി? എവിടെ? എന്താ? ബംഗാളി മലയാളി അച്ചായ. ഒറീസ? നിനക്ക് മലയാളം അറിയത്തില്ലല്ലോ? കണ്ടോ? ഞങ്ങൾ ഇതുവരെ ഒറീസ പഠിച്ചില്ല. നീ അത് മലയാളവും പഠിച്ചു, എല്ലാം പഠിച്ചു. ഓക്കെ. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു? അന്നേരം എന്താണ് പ്രശ്നം? ഈ പറയുന്ന പഴയ കാലഘട്ടത്തിൽ അനുഭവിച്ച ഏതെങ്കിലും ഒരു വിഷയം അവരതുകൊണ്ടായിരിക്കും അത് ചെയ്യാതിരിക്കുന്നേ. ഞാൻ തളർന്നുപോയി, PSC എഴുതിയില്ല, എനിക്ക് PSC എഴുതാനുള്ള കഴിവില്ല, ഞാനത് വിദ്യാഭ്യാസം ചെയ്തില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. മനസ്സിലായോ? നമുക്കൊക്കെ ഒരു ജീവിതത്തിൽ ഒരിടത്തൊരു പാളിച്ച വരാം.
വരാം. പക്ഷെ നിങ്ങൾക്ക് 50 വയസ്സല്ല 100 വയസ്സ് വരെ വിദ്യാഭ്യാസം ചെയ്ത് അത് നേടിയെടുക്കാനുള്ള അവസരമുണ്ടോ ഇവിടെ? ഉണ്ട്. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്? വീണ തെറ്റുകൾ, കൈവന്നു പോയ തെറ്റുകൾ, അതിനെ സ്റ്റിക്ക് ഓൺ ചെയ്യാണോ ചെയ്യേണ്ടത്? അല്ല, അതവിടെ കളയണം. അതിനെ കൊത്തിപ്പൊളിച്ച് കളഞ്ഞിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യണം? അവിടെ അവളുടെ പഴയ കാലഘട്ടത്തിലേക്ക് പോയതാ. അപ്പൊ ഒരു കാര്യം മനസ്സിലായോ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരും. ആ പ്രതിസന്ധികളെ ഭയപ്പെടരുത്. ഓരോ പ്രതിസന്ധികളെയും നമ്മൾ എന്ത് ചെയ്യണം? എന്താണ് അതിനെ തരണം ചെയ്യാനുള്ള മാർഗവും നോക്കണം. അത് വളരെ തീവ്രമായിരിക്കും. അത് എന്ത് പ്രതിസന്ധി ആയാലും, നിന്റെ ശരീരം കൊത്തിമുറിച്ച് കളയേണ്ടതായാലും. അതുകൊണ്ടാണ് ബൈബിളൊക്കെ പറയുന്നത് പ്രതിസന്ധി എന്ന് പറയുന്നത് നിന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് കളയേണ്ടതാണെങ്കിൽ കളയണം. കാരണം അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് നീയാ. മനസ്സിലായോ നേഹ? അവിടെ കഴുകൻ എന്താണ് പറയുന്നത്? കഴുകൻ അൾട്ടിമേറ്റാ. കഴുകൻ വേറൊരാളെ ആ സ്ഥാനത്ത് കാണാൻ തയ്യാറല്ല. He accept only one as the king of birds. That is what? Who is that? That is കഴുകൻ. ഈഗിളാണ്. ആ ഈഗിളിന് എന്ത് ചെയ്യും? ആ കഴുകൻ എന്ത് ചെയ്യും? കൃത്യമായ തിരിച്ചറിവുണ്ടായി അതിനുള്ള പ്രതിഫലം ചെയ്യും. ആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വീട്ടിനകത്ത് ഒളിച്ചിരുന്ന് കഥ കടച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇത് ചെയ്യുന്നത്. ആ സമയത്ത് എന്ത് ചെയ്യും? മറ്റുള്ളവർ ആക്ഷേപിക്കും, മറ്റുള്ളവർ നിങ്ങൾ കാണാതിരിക്കും, നിങ്ങളുടെ പ്രതിസന്ധികളെല്ലാം വന്നെന്നിരിക്കും. ആ സമയത്തൊക്കെ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് എന്തായിരിക്കണം? നാളെ പറ്റിയുള്ള ചിന്തയായിരിക്കണം. പക്ഷെ ഡു ഇറ്റ് ടുഡേ. എല്ലാം എന്ത് ചെയ്യണം? ഇന്ന് ചെയ്യണം. സോ ഞാനിവിടെ നിർത്തുക. എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിത് മെയിൻലി പറഞ്ഞത്. നെവർ ഗീവ് അപ്പ്. അല്ല, വലിയ സക്സസിന് സമയമെടുക്കും. മനസ്സിലായോ? ചെറിയ സക്സസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഇന്ന് തന്നെ അതെ മോനിപ്പോ ഒരു എസ്സേ കാണാൻ പഠിക്കണമെന്ന് പറഞ്ഞാൽ ഇന്ന് പഠിക്കാം. പക്ഷെ പർപ്പസ് വെച്ചിട്ട് ഇന്നടത്ത് എത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ദിവസം കൊണ്ട് നടക്കത്തില്ല. അതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് സാധിക്കാത്തതായിട്ട് ലോകത്തൊന്നുമില്ല. എന്തോ കുഞ്ഞുങ്ങൾക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. അതുകൊണ്ടല്ലേ വിദേശ രാജ്യങ്ങളിൽ ഡെവലപ്ഡ് കൺട്രീസിലെല്ലാം കുഞ്ഞുങ്ങൾക്ക് കൃത്യമായ തരത്തിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നത്. അപ്പൊ അവരെ അങ്ങ് സ്ട്രോങ് ആക്കുക, മോൾഡ് ചെയ്തെടുക്കുക. മനസ്സിലാവുന്നു? കാരണം എന്താ? അവർക്കൊരു എയിം കൊടുക്കും, അവർക്കൊരു ഡയറക്ഷൻ കൊടുക്കും. അതുകൊണ്ട് അവർ ഡയറക്ഷൻ കിട്ടിയാൽ എന്തോ ഗുണം? എന്താ? ഗോളിലേക്ക് എത്താം, സ്പീഡിൽ എത്താൻ പറ്റും. മനസ്സിലായോ? അതാണ് അതിന്റെ ഏറ്റവും വലിയ പോയിന്റ്. നിങ്ങൾ ജീവിതത്തിൽ സ്പീഡിൽ ഒരു സ്ഥലത്ത് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യം കൃത്യമായിരിക്കണം. അതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യരുത്? ഇത് ഒരു എസ്സേ പഠിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ പഠനം നിർത്തിയല്ല, മറിച്ച് ആ ചെയ്യേണ്ട ഇപ്പൊ എല്ലാരും ഒരു ദിവസം ട്രൈ ചെയ്യും, അതിന്റെ അപ്പുറത്തെ ദിവസം ട്രൈ ചെയ്യും, അതിന്റെ പിറ്റേന്നും ട്രൈ ചെയ്യും. പക്ഷെ അതിന്റെ അപ്പുറത്തെ ദിവസം അവർ മരിച്ചു പോകും. പക്ഷെ അന്നായിരിക്കും യഥാർത്ഥ സക്സസ് ഉണ്ടാകുന്നത്. ദിസ് ഇസ് ദ വേ. സക്സസിന് ഇറ്റ് ടേക്ക് ടൈം. അത് ജാക്മ പറയുന്ന അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറയുന്ന ലേസ്നെസ്സിനെ പറ്റി അയാൾ പറയുന്നത് ഒരു വീഡിയോയിലാണ്. അത് അയാൾ അങ്ങനെ പറയുന്നത്. എന്താ പറയുന്നത്? അലസതയാണ് നിങ്ങളെ എന്ത് ചെയ്യുന്ന ജീവിതത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? തകർക്കുന്നത്. മനസ്സിലാവുന്നു? നിങ്ങൾക്ക് പുസ്തകം എടുക്കുന്ന സമയത്ത് എന്തോ പറയും, എടാ നാളെ എടുക്കാം, ഇന്ന് പള്ളിയിലെ പെരുന്നാളല്ലോ എന്ന് പറയും. പക്ഷെ പള്ളിയുടെ പെരുന്നാളിനോട് പറയണം പെരുന്നാൾ അടുത്ത വർഷവും വരും, ഞാന് ഈ 8ാം ക്ലാസ് ഇനി ഈ വർഷമേ പഠിക്കാൻ പറ്റും. മനസ്സിലാവുന്നു? അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായി നിങ്ങളുടെ ജോലി കൃത്യമായി. ഇനി ലോകം രണ്ടാന്ന് പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ കാര്യം കൃത്യമായി ചെയ്യണം. കൊട്ടാരക്കര ബ്ലോഗ്സ്. ഹായ്, ഗുഡ് മോർണിംഗ്. മനസ്സിലായോ? വിനീത്, വിക്രമൻ, ലിജോ മുളമൂട്ടിൽ ആൻഡ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിക്കുന്നു. ഒരു കാര്യം ആലോചിച്ചോണം, വിജയം വരുന്നത് റിസ്കിനകത്തു നിന്ന് മാത്രമാണ്. മനസ്സിലാവുന്നു? അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇപ്പൊ ഓരോരുത്തരൊക്കെ വിജയിച്ചു പോകുന്നു, അവരൊക്കെ അദാനിയുടെ കാര്യമൊക്കെ പറയുമ്പോഴും അദാനിയൊക്കെ ഒന്നും അല്ലാതെ കടന്ന് സമയമുണ്ട്. മനസ്സിലാവുന്നോ? അതുപോലെ തന്നെ അദാനിയൊക്കെ സഹായിക്കാനും ആളുണ്ട്. നിങ്ങൾ വിജയിക്കുമ്പോൾ മാത്രമേ ആൾക്കാർ നിങ്ങളെ സഹായിക്കാൻ പറ്റൂ. ഓക്കെ, സോ വർക്ക് ഹാർഡ് ആൻഡ് സക്സീഡ് ഇൻ യുവർ ലൈഫ്. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ എന്തെങ്കിലും ഡു യു ഹാവ് എനി ഡൗട്ട്സ് അബൌട്ട് ദിസ്? എന്ന് പറഞ്ഞാൽ കഴുകനെ പോലെ ആയി തീരണം കേട്ടോ. അല്ല അവിടെ മാങ്ങ പഴുത്തിരിക്കുന്നുണ്ടോ?